പോകാം. ഓ, എനിക്ക് നല്ല സുഖമില്ല സാർ, പനിക്കുന്നുണ്ട്. ഓഹോ, എന്നാ താൻ റെസ്റ്റ് എടുത്തോളൂ, താൻ വരണ്ട. ഓ, എടോ മല്ലൻ, I am always ready, sir. ഒന്ന് വേഗം പാടോ. എടോ, തന്റെ ഈ വരവ് കണ്ടാൽ സിംഹത്തെ വേട്ടയാടാൻ പോകുന്ന പോക്കാണെന്ന് തോന്നല്ലോ. കഷ്ടകാലം പിടിച്ച ഒരു സിംഹം നമ്മുടെ മുമ്പിൽ വന്ന് ചാടും, തട്ടാതിരിക്കാൻ ഒക്കൂ സർ. ഈ ഹെഡ്ലൈറ്റ് പകൽ ആരും ഉപയോഗിക്കാറില്ല. കാട്ടിനുള്ളിൽ ഭയങ്കര ഡാർക്കാണ് സർ. കേറോ ജീപ്പിൽ. ഒന്നിനെയും കാണുന്നില്ലല്ലോ. സാർ, ഒരു കരിങ്കുരങ്ങ്. വെള്ളക്കുരങ്ങനെ നോക്കിയതായിരിക്കും. സാറിനെ അല്ല നോക്കിയത്, എന്നെയാ. വെയിറ്റ്, ബേർഡ്സ്. കുറച്ച് വെള്ളം കൊണ്ടുവരും. ഫ്ലാസ്കിൽ പാലുണ്ട് സാർ. കുടിക്കാനല്ലോ, റേഡിയേറ്റർ ഒഴിക്കാനാ. അട്ടിനെടുത്തോളൂ. കാട്ടിൽ എവിടെ നിന്നാണോ ഞാൻ വെള്ളം തപ്പാൻ. പിന്നെവിടെ അറൊറ്റയ്ക്കേ ഉള്ളൂ, കാത്തുരക്ഷിക്കണമേ. എന്തെങ്കിലും സഹായം വേണോ? വേണ്ട, താങ്ക്സ്. ഓക്കെ. ആരാ? ആ കാറിൽ പോയ ആൾ സാറിനോട് എന്താ ചോദിച്ചത്? എന്തെങ്കിലും സഹായം വേണമോ എന്ന് ചോദിച്ചു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. എന്താ? നന്നായി, കാട്ടുകള്ളാണ് സാറേ അയാൾ. അയ്യോ സാറേ, എന്നെ വിട്ടേച്ച് പോയോ? ഇവിടെ തോക്കുകളുണ്ട്, ആ വന്യമൃഗങ്ങൾ വെച്ച് ഇവിടെ വന്യമൃഗങ്ങളുണ്ട്. ആ തോക്കെങ്കിലും തന്നിട്ട് പോണേ സാറേ. സാറേ, അയ്യോ സാറേ, ദൈവമേ.
നിർത്തോ നിർത്തോ നിർത്തോ. എന്താണ്? ഞാൻ അയാളെ കണ്ടു. അയാൾ ഇവിടെ വന്നിട്ടുണ്ട്. നീ നേരിട്ട് നേരത്തെ നേരെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. ഇത്രയും കാലം ഞാൻ അവന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അവന്റെ കുടല് ഞാൻ എടുക്കും. ഉണ്ടാക്കരുത്. ധൃതി പിടിച്ചാൽ രക്ഷപ്പെടും. നീ പോലീസിന്റെ പിടിയിൽ ആപ്പെടുകയും ചെയ്യും. ഇനിയും ഞാൻ ക്ഷമിക്കുന്നു. ക്ഷമിക്കണം. ക്ഷമിക്കാൻ സാധ്യമല്ല. ഞാൻ പറയുന്നത് അനുസരിക്കാൻ തയ്യാറില്ലെങ്കിൽ നിന്റെ ഇഷ്ടം പോലെയാണ്. പിന്നെ എന്റെ യാതൊരുവിധ സഹായം ഉണ്ടാവില്ല. സമ്മതമാണോ? ഞാൻ എന്ത് വേണമെന്ന് പറയൂ. പറയാം, വരൂ. ഒരുപാട് നടന്നു. സാർ മുയൽ, സാർ മുയൽ, മുയൽ സാർ. അതിനെ വിട്ട് എന്നെ പിടിച്ചിട്ട് വേണ്ടേ വിടാൻ? നീ രക്ഷപ്പെട്ട് വയ്ക്കും. നമ്മളല്ലാതെ വേറെ വന്യമൃഗങ്ങളൊന്നും ഇല്ലല്ലോ സാർ. സാർ മലയണ്ണാൻ, മലയണ്ണാൻ. പാവം മിണ്ടാ പ്രാണി അതിന്റെ പാട്ടിന് പോട്ടെ. മിണ്ടാ പ്രാണി. അപ്പൊ സാർ മിണ്ടുന്ന പ്രാണികളെ വെടിവെക്കൂ. എങ്കിൽ തന്നെ ആദ്യം ഞാൻ വെടിവെക്കുമായിരുന്നു. എന്നിട്ട് സാറ് തന്നെത്താൻ വെടിവെക്കുമായിരുന്നു. തനിക്ക് ബുദ്ധിയുണ്ടല്ലോടോ. സാറിന്റെ കൂടെയല്ലേ സഹവാസം. പോയി അണ്ണാൻ. അയ്യോ. സാർ സാർ കരടി സാർ, കരടി സാർ, കരടി. കൈയെടുക്കണോ? ഇങ്ങനെയുണ്ട് ഒരു മഠയൻ. അയാള് കാട്ടുജാതിക്കാരനല്ലേ സാർ? നമ്മുടെ ബുദ്ധി അയാൾക്ക് കാണൂ. അത് കേട്ടോ? നല്ല പാട്ട്. അല്ല സർ, അത് യക്ഷഗാനമാ. സിനിമയോ? അല്ല, യക്ഷിയുടെ ഭർത്താവ് യക്ഷം പാടുന്ന പാട്ടാ. അയാള് നട്ടുച്ചയ്ക്കേ പാടൂ. ആ വേട്ടയ്ക്ക് പോയവരെ കാണുന്നില്ലല്ലോ. ഇത്രയും മാനിറച്ചിക്ക് വേണം. ഇത്രയും മുയലിന്. പിന്നെ പക്ഷിവർഗത്തിനൊക്കെ ഇത്രയും മതി. ഓ, മാനും മുയലും പ്രാവും എല്ലാം ഉള്ളപ്പോ എന്തിനാ മുട്ട? മുട്ട വേണോ സാറേ? ഒരു പൈങ്കിളിയുടെ ശബ്ദമാണല്ലോ. വരുന്നേ. സാറേ മുട്ട വേണോ? ഇതാരിപ്പോ ഊറ്റിപ്പിടിക്കുന്ന മാതിരി ഒരു നോട്ടം കണ്ടില്ലേ? പേര്? കോഴിമുട്ട. മുട്ടയുടെ പേരല്ല, കുട്ടിയുടെ പേര്. ആയിഷ. ഒരു ഡസൻ എടുക്കട്ടാ? ഇന്ന് വേണ്ട, നാളെ മതി. വേണ്ടയോ? പിന്നെന്താ നാളും പേരും ഒക്കെ ചോദിച്ചത്? ഓ ഓ, എന്തൊരു മുട്ട, എന്തൊരു സൗന്ദര്യം. അയ്യോ, അയ്യോ,
മാനെവിടെ? കൊണ്ടണ്ണാ. മുയലോ? എന്റെ പൊന്നണ്ണനൊന്ന് അടങ്ങ്. മാനും മുയലും കുയിലും എല്ലാം ഉണ്ട്. എന്നിട്ട് എവിടെ? അങ്ങ് കാട്ടിൽ. ആഹാ, അപ്പോ കറി വെക്കാൻ ഒന്നും കൊണ്ടുവന്നില്ല. എന്നെ വെട്ടുനുറുക്കി കറി വെച്ചോണ്ടാ മതി. സാറിന്റെ ഉദ്ദേശം വേറെയാ. വേട്ടയാടിയവൻ ഞാനാ. ആദ്യം ഒരു കാട്ടുപന്നിയെ തട്ടി. അത് വേഗം വലിയ പ്രയാസോടെ. അത് കറി വെക്കാൻ കൊള്ളത്തില്ല. പിന്നെ ഒരു മലമ്പാമ്പിൽ. അതും കറി വെക്കാൻ കൊള്ളൂലല്ലോ. പിന്നെ ഉരുക്കിയ നെയ്യ് എടുത്ത് വയ്ക്കാം. പിന്നെയാണ് മറ്റേ സംഭവം. പുള്ളിപ്പുലി സാറിന്റെ നേരെ ചാടി വന്നു. ഹേയ്, ഞാനൊരു കാച്ചു കാച്ചി. കൊടച്ചക്രം പോലെ ആകാശ് 4 കറക്കം. താഴെ വീണു. സത്യം? അണ്ണന്റെ അച്ഛനാണ് സത്യം. എന്നെ സാറ് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തന്നു. പാവം, ഞാനങ്ങ് ചൂളിപ്പോയി. പുള്ളിപ്പുലിയെങ്കിലും കൊണ്ടുവന്നല്ലോ. അത് കറി വെക്കാൻ കൊള്ളത്തില്ല. ഓടാ മണ്ട, പുളിശ്ശേരി വെക്കാൻ ബസ്റ്റില്ലോടാ പുള്ളിപ്പുലി. അണ്ണൻ വിഷമിക്കാതെ. അടുത്ത വേട്ട കഴിഞ്ഞ് വരുമ്പം അണ്ണൻ പറഞ്ഞതിനെ എല്ലാം ഞാൻ കൊണ്ടുവരാം. അതുവരെ ഈ അരപ്പിരിക്കില്ല, ചമ്മന്തിയാക്കി കളയാം. ചമ്മന്തി എങ്കിൽ ചമ്മന്തി.